ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തോർ ദ ഡാർക്ക് വേൾഡിന്റെ പാർട്ട് 4 ആണ്. അതായത് അവസാനത്തെ പാർട്ട് 3യിൽ നമ്മൾ കണ്ടതെന്താണെന്ന് വെച്ചാൽ തോറിനെയും ജെയിനെയും രക്ഷിക്കുന്നതിന്റെ ഇടയ്ക്ക് ലോക്കിയെ അൽഗ്രിം കൊന്നുകളയുകയാണ്. ലോക്കി മരിച്ചതുകൊണ്ട് തോറിന് വളരെയധികം വിഷമമായി. തോറിന് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമായി. മാലക്കിത്ത് ആവട്ടെ ഈതർ മുഴുവനായി തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് കൺവെർജൻസിന്റെ സമയത്ത് പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലാഴ്ത്താൻ പോവുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക അതറിയാൻ വീഡിയോ മുഴുവനായി കാണുക. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. തോറും ജെയിനും ഇപ്പോ സ്വാട്ടൽഹൈമിലാണുള്ളത്. പലർക്കും ഒരു സംശയമുണ്ട്, എന്താണ് ഈ ഡാർക്ക് വേൾഡ്? അതാണല്ലോ സിനിമയുടെ പേര്. ഡാർക്ക് വേൾഡ് എന്ന് പറയുന്നത് ഡാർക്ക് എൽഫ്സിന്റെ ലോകം, അതായത് സ്വാട്ടൽഹൈം. അപ്പോ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു കടക്കുമെന്ന് ആലോചിച്ചാണ് തോറും ജെയിനും നിൽക്കുന്നത്. ലോക്കിയുടെ ബോഡി കൊണ്ടുപോവുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തോറിന് മനസ്സോടെ ലോക്കിയുടെ ബോഡി അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. സ്വാട്ടൽഹൈമിൽ മുഴുവൻ മണൽക്കാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. അതുകൊണ്ട് ജെയിനിന്റെ ഒപ്പം തോർ അവിടെയുള്ള ഒരു ഗുഹയിലേക്ക് കയറുന്നു. ജെയിൻ തോറിനോട് പറയുന്നു, തോർ, ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കാരണമാണ്. ഞാൻ ഈതറിന്റെ അടുത്തേക്ക് എത്തിയത് കൊണ്ടാണ് ഈതർ എന്റെ ശരീരത്തിലേക്ക് കയറിയത്. ഞാനന്ന് അവിടേക്ക് പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. തോർ പറയുന്നു, ജെയിൻ, നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് നിന്റെ തെറ്റല്ല. നീ എന്നെ അന്വേഷിച്ച് പോയപ്പോഴല്ലേ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നീ ഈതർ കണ്ടെത്തിയിട്ടില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ മാലക്കിത്ത് അത് നേരത്തെ കണ്ടെത്തുമായിരുന്നു. ജെയിനിന് ആശ്വാസമായി. പക്ഷെ അപ്പോഴും ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് സ്വാട്ടൽഹൈമിൽ നിന്ന് ഇവർ രണ്ടുപേരും പുറത്തു കടക്കുക? അങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ജെയിനിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ജെയിൻ ഫോൺ എടുത്ത് സംസാരിക്കുന്നു. ജെയിനെ വിളിച്ചിരുന്നത് മറ്റാരുമല്ല, നമ്മൾ കഥയുടെ തുടക്കത്തിലെ കണ്ടിരുന്നു ജെയിനും മറ്റൊരാളും കൂടി ഒരു ഹോട്ടലിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അവനായിരുന്നു ജെയിനെ കോൾ ചെയ്തത്. കോൾ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജെയിൻ ഒരു കാര്യം ഓർക്കുന്നത്. സ്വാട്ടൽഹൈമിലാണെങ്കിൽ നെറ്റ്വർക്കും ഇല്ല, ജിയോയുടെ ടവറും ഇല്ല. പിന്നെങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് വന്ന കോൾ എന്റെ ഫോണിൽ റിങ് ചെയ്തത്? ജെയിൻ പറയുന്നു, ഓ മൈ ഗോഡ്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റവൻ വിചാരിച്ചു അവൻ വർക്ക് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയാണ് ജെയിൻ പറയുന്നതെന്ന്. അവൻ പറയുന്നു, ആ, അപ്പോഴേക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യമൊക്കെ കണ്ടുപിടിച്ചല്ലേ? ശരിയാ, ഞാൻ ഇവിടെ തന്നെയാ വർക്ക് ചെയ്യുന്നത്. കൊച്ചു ഗള്ളി എല്ലാം കണ്ടുപിടിച്ചു. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോ ആരും വിശ്വസിക്കാറില്ല. എന്റെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഹൈ ലെവൽ പോസ്റ്റ് ആണ്. ഇവിടെ എല്ലാവർക്കും ചായ അടിച്ചു കൊടുക്കുന്നത് ഞാനാണ്. ഐ മീൻ ബില്ലടിച്ചു കൊടുക്കുന്നത് ഞാനാണ്. അപ്പോ ജെയിൻ, നമ്മൾക്ക് അന്ന് മീറ്റ് ചെയ്തതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒന്നുകൂടി മീറ്റ് ചെയ്താലോ? ചിലപ്പോ ജെയിനിന് എന്നെ ഇഷ്ടപ്പെട്ടാലോ എന്ന് പറയുന്നു. ജെയിൻ പറയുന്നു, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഞാനിപ്പോ എങ്ങനെ ഇത്ര റേഞ്ച് കിട്ടിയെന്നാണ് ആലോചിക്കുന്നത്. മറ്റവൻ പറയുന്നു, അത് പിന്നെ ഞാൻ എത്ര റേഞ്ച് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ അന്നതൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ വേറെ ലെവലാ. ജെയിനിന് അവന്റെ തള്ളു കേട്ട് മതിയായതുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷെ ജെയിനും അവനും കൂടി സംസാരിക്കുന്നത് കണ്ടിട്ട് തോറിന് എന്തോ ഒരു സംശയം. ദൈവമേ, പെണ്ണ് കൈവിട്ടു പോയോ? പക്ഷെ ജെയിൻ ഒരു കാര്യം മനസ്സിലായി. ഭൂമിയിൽ നിന്ന് ഇവിടെ റേഞ്ച് കിട്ടണമെങ്കിൽ, ഇവിടെ സിഗ്നൽ കിട്ടണമെങ്കിൽ ഇവിടെ അടുത്തെവിടെയോ ഒരു പോർട്ടൽ ഉണ്ട്. ഭൂമിയും സ്വാട്ടൽഹൈമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോർട്ടൽ. അവൾ ആ ഗുഹയാകെ തപ്പി നോക്കി. അപ്പോഴാണ് അവളെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം കണ്ടത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ ഇവർ അടിയിലേക്ക് ഇട്ട് നോക്കിയല്ലോ. നമ്മുടെ ഡാർസിയുടെ അസിസ്റ്റന്റ് കാറിന്റെ താക്കോലൊക്കെ എടുത്തെറിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നില്ലല്ലോ. അങ്ങനെ തിരിച്ചു വരാത്ത സാധനമൊക്കെ ആ ഗുഹയിൽ കിടക്കുന്നത് ജെയിൻ കണ്ടു. പിന്നെ ജെയിൻ ഒന്നും നോക്കിയില്ല. അതിന്റെ അടുത്ത് തന്നെ ഒരു പോർട്ടൽ ഉണ്ടാവുമെന്ന് കരുതി. എന്നിട്ട് തോറിനെ വിളിച്ച് അങ്ങോട്ട് നടക്കുകയാണ്. ജെയിൻ വിചാരിച്ചതുപോലെ തന്നെ അവിടെ ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു. ജെയിനും തോറും കൂടി നേരെ ആ പോർട്ടലിൽ കൂടെ കടന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. ആ സ്ഥലം എന്ന് പറയുന്നത് അന്ന് അവർ വന്നു കയറിയ ബിൽഡിംഗ് ആയിരുന്നു. അതിന്റെ പുറത്ത് ജെയിനിന്റെ കാറും കിടക്കുന്നുണ്ടായിരുന്നു. ജെയിൻ തോറിന്റെ കൂടെ കാറിൽ കയറുന്നു. തോർ ചെറിയൊരു സംശയത്തോടെ ചോദിക്കുന്നു, ജെയിൻ, നിന്നെ ഫോണിൽ വിളിച്ചത് ആരായിരുന്നു? ജെയിന് മനസ്സിലായി തോറിന് ചെറിയൊരു സംശയരോഗമാണെന്ന്. ജെയിൻ പറയുന്നു, എന്റെ പൊന്ന് തോർ, തോറിനത് ഇപ്പൊ തന്നെ അറിയണോ? അവൻ എന്റെ ആരുമല്ല. അസ്ഗാർഡിലുള്ളവർക്കുണ്ടോ സംശയരോഗം? ദേ, തോറെന്ന് വിളിച്ചു ആയതുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കല്ലേ. ഡയലോഗിന്റെ ഇടയ്ക്ക് ചെറിയ ചില കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് പറയുന്നതാണ്. സത്യത്തിൽ ജെയിൻ ഒരു പാവമാണ് കേട്ടോ. ജെയിനും തോറും കൂടി ഡാർസിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ഡാർസിയും ഡാർസിയുടെ അസിസ്റ്റന്റും ഡോക്ടർ എറിക് സെൽവിഗും ഇരിക്കുന്നുണ്ടായിരുന്നു. ജെയിനിനെ കണ്ടപ്പോ ഡോക്ടർ എറിക് സെൽവിഗിന് ഒരുപാട് സന്തോഷമായി. സെൽവിഗ് ഓടി ജെയിനിന്റെ അടുത്തേക്ക് വരുന്നു. ജെയിനിന്റെ വേഷമൊക്കെ കണ്ടിട്ട് നീ വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോയിട്ടാണോ മോളെ വരുന്നത് എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് സെൽവിഗ്
ജെയിനെ കെട്ടിപ്പിടിക്കുന്നു. സെൽവിക് പറയുന്നു, മോളെ നിന്നെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി, ഇപ്പൊ എനിക്ക് ശരിക്കും സന്തോഷമായി, നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ജെയിൻ പറയുന്നു, അങ്കിൾ അണ്ടർവെയർ? എന്താ മോളെ, മോൾക്ക് അണ്ടർവെയർ വല്ലതും വേണോ? അതല്ല അങ്കിൾ, അങ്കിളിന്റെ അണ്ടർവെയർ. മോളെ ജെയിൻ, മോൾ എന്തായി പറയുന്നത്? അങ്കിൾ ഇത്ര പ്രായമുള്ള ആളല്ലേ, ഇത്രയും വലിയ സയന്റിസ്റ്റ് ആയിട്ടുള്ള അങ്കിൾ അണ്ടർവെയർ ഇടാതെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജെയിൻ പറയുന്നു, അതല്ല അങ്കിൾ, അങ്കിൾ അണ്ടർവെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സെൽവിക് പറയുന്നു, സോറി മോളെ, പാന്റ് ഇടാൻ വിട്ടുപോയി, ചെറിയൊരു കാലബദ്ധം. ഇത് കഴിഞ്ഞ് തോറിനോട് സെൽവിക് ചോദിക്കുന്നു, ഹായ് തോർ, എന്തൊക്കെയുണ്ട് വിശേഷം? തോർ വിഷമത്തോട് പറയുന്നു, എന്റെ സഹോദരൻ ലോക്കി, അവൻ മരിച്ചു. സെൽവിക് പറയുന്നു, വൗ, ഇത്ര നല്ലൊരു വാർത്ത കേട്ടിട്ട് എത്ര നാളായെന്നറിയാമോ? ഐ മീൻ, എനിക്ക് വളരെ സങ്കടമുണ്ട് ലോക്കി മരിച്ചത്. കാരണം സെൽവിക്കിന്റെ തലയ്ക്കുള്ളിൽ കയറിയിരുന്ന് പന്ത് കളിച്ച ആളാണ് ലോക്കി. ഈ സമയത്ത് സ്വാട്ടൽഹൈമിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ തന്റെ ഒരു പടയാളിയെ ഓടിനങ്ങോട്ട് പറഞ്ഞു വിടുന്നു. ആ പടയാളി സ്വാട്ടൽഹൈമിൽ പോയി നോക്കിയപ്പോ ലോക്കിയുടെ ജീവനറ്റ് കിടക്കുന്ന ശരീരം കണ്ടെത്തി. ഈ കാര്യം അയാൾ വന്ന് ഓടിനോട് പറയുന്നു. ലോക്കി മരിച്ച കാര്യം അറിഞ്ഞ് ഓടിനു വിഷമമായി. ഈ സമയത്ത് തോറും ജെയിനും സെൽവിക്കും ഡാർസിയും ഒക്കെ കൂടി മാലക്കിത്തിനെ എങ്ങനെ തടയാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എറിക് സെൽവിക് പറയുന്നു, 9 ലോകങ്ങളും ഒരു സീക്വൻസിൽ വരുമ്പോഴാണ് കൺവേർജൻസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുക. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോർട്ടലുകൾ തുറക്കാൻ തുടങ്ങും. മാത്രമല്ല പല ഭാഗങ്ങളിലും ഗ്രാവിറ്റി കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. തോർ പറയുന്നു, കൺവേർജൻസ് നടക്കുന്നത് 5000 വർഷത്തിലൊരിക്കലാണ്. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്തെത്തിയാൽ മാത്രമേ മാലക്കിത്തിന് 9 ലോകങ്ങളിലേക്കും ഈതറിനെ വിടാൻ സാധിക്കൂ. അങ്ങനെയാണ് അവൻ ഈ പ്രപഞ്ചത്തെ ഇരുട്ടിലാഴ്ത്താൻ പോകുന്നത്. പക്ഷേ ഡോക്ടർ എറിക് സെൽവിക് ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ശരിയാണ് തോർ, വളരെ ശരിയാണ്. ശരിയായ സമയം, ശരിയായ സ്ഥലം, നമ്മൾക്ക് ശരിയായ സമയവും കണ്ടെത്താൻ പറ്റും, ശരിയായ സ്ഥലവും കണ്ടെത്താൻ പറ്റും. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ കൺവേർജൻസ് നടക്കുമ്പോൾ നമ്മളുടെ പൂർവികന്മാർ പലപ്പോഴായി ഒരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നടക്കുന്ന സമയത്തുണ്ടാവുന്ന ഗ്രാവിറ്റിയുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണം പണ്ട് ഒരുപാട് പേർ അതിനെ മുതലെടുത്ത് ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് വലിയ വലിയ സംഭവങ്ങളും കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. 9 ലോകങ്ങളുടെയും നടുക്ക് വരുന്ന ഒരു പോയിന്റ്, അതും പൂർവികന്മാരുടെ കണ്ടെത്തലുകളും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു ശരിയായ പോയിന്റ് കണ്ടെത്താൻ സാധിക്കും. അത് ഇവിടെയാണ്, ഗ്രീൻവിച്ച്. അതായത് ഡോക്ടർ എറിക് സെൽവിക് എവിടെ നിന്നാലാണ് 9 ലോകങ്ങളിലേക്കും ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഈതർ പുറപ്പെടുവിച്ച് പ്രപഞ്ചത്തെ അന്ധകാരത്തിലാക്കാൻ മാലക്കിത്തിന് പറ്റും എന്നുള്ള കാര്യം കണ്ടുപിടിക്കുകയാണ്. അതായത് ആ സ്ഥലത്ത് തന്നെയായിരിക്കും മാലക്കിത്ത് വരാൻ പോകുന്നത്. അവിടെ നിന്നായിരിക്കും മാലക്കിത്ത് ഈതർ 9 ലോകങ്ങളിലേക്കും വിടാനായിട്ട് പോകുന്നത്. ആ സ്ഥലം ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. പിന്നെ അവർ സമയം കളഞ്ഞില്ല, എല്ലാവരും കൂടി ഗ്രീൻവിച്ചിലേക്ക് പോവുകയാണ്. എറിക് സെൽവിക് ഒരു പ്രത്യേക തരം ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിവൈസ് ഉപയോഗിച്ച് ഒരു നിശ്ചിത പരിധിയിലുള്ള എല്ലാ സാധനങ്ങളെയും മറ്റ് ലോകങ്ങളിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ജെയിൻ പറഞ്ഞതനുസരിച്ച് ഇതുപോലെയുള്ള 2 ഡിവൈസ് പല ഭാഗങ്ങളിലായിട്ട് ഡാർസിയും അസിസ്റ്റന്റും കൂടി കൊണ്ടുപോയി ഘടിപ്പിക്കുന്നു. സമയം അടുക്കാറായിരുന്നു. കൺവേർജൻസ് അത് സംഭവിക്കാൻ പോവുകയാണ്. അവരെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാലക്കിത്തും ആളുകളും അവരുടെ സ്പേസ് ഷിപ്പിൽ അങ്ങോട്ട് വരികയാണ്. ആ പടുകൂറ്റൻ സ്പേസ് ഷിപ്പ് വരുന്നത് കണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം പേടിച്ച് ചിതറിയോടി. സ്പേസ് ഷിപ്പ് അവിടെ വന്ന് നിൽക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് പ്രപഞ്ചത്തെ അന്ധകാരത്തിലാഴ്ത്താൻ തീരുമാനിച്ചുറപ്പിച്ച് മാലക്കിത്ത് ഇറങ്ങി വരുന്നു. കൂടെ അവന്റെ ആളുകളും. മാലക്കിത്ത് മുകളിലേക്ക് നോക്കി. അതെ, അവൻ വിചാരിച്ചതുപോലെ തന്നെ 9 ലോകങ്ങളിലേക്കുമുള്ള പോർട്ടലുകൾ തുറന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. അതിലേക്ക് ഈതർ വിടാനായി മാലക്കിത്ത് റെഡിയായി നിന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ ആദ്യം ഒരാളെ തോൽപ്പിക്കണം. ദ ഗോഡ് ഓഫ് തണ്ടർ, തോറിനെ. തോർ മരണമാസായിട്ട് മാലക്കിത്തിന്റെ മുന്നിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നു. മാലക്കിത്ത് പറയുന്നു, തോർ, ഇടിമിന്നലിന്റെ ദേവൻ, നീ മരിക്കാൻ വേണ്ടിയാണ് എന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് നേരെ അസ്ഗാർഡിലേക്കാണ് വരുന്നത്. നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ. തോർ പറയുന്നു, ഞാൻ മരിക്കുമായിരിക്കും, പക്ഷെ അത് നിന്റെ കൈ കൊണ്ടായിരിക്കില്ല. മാലക്കിത്തിന് ദേഷ്യം വന്നു. അവന്റെ ശരീരത്തിൽ ഇപ്പോ ഈതറിന്റെ ശക്തിയുണ്ട്. അവൻ ആ ശക്തി ഉപയോഗിച്ച് തോറിനെ ആക്രമിക്കുന്നു. തോർ പലവട്ടം തെറിച്ച് ദൂരേക്ക് പോവുകയാണ്. ഈതറിന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തോറിന് പറ്റുന്നില്ല. അങ്ങനെ കുറച്ചു വട്ടം തെറിച്ചു പോയി കഴിഞ്ഞ് തോറിന് ദേഷ്യം വന്നു. തോർ മാലക്കിത്തിനോട് പറയുന്നു, മാലക്കിത്ത്,
നിന്റെ കയ്യിൽ ഈതറിന്റെ ശക്തിയുണ്ട്, എന്നിട്ടും നിന്റെ അടിക്ക് ശക്തി പോരല്ലോ എന്ന് പറഞ്ഞിട്ട് തോർ തന്റെ കയ്യിലുള്ള ഹാമർ കറക്കി ഒരു ഒറ്റ ഏറാണ്. മാലക്കിത്തിന് പിന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കാരണം ആ ഹാമർ വന്നുകൊണ്ട് അവൻ കുറെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോയി തെറിച്ചു വീഴുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തോറും മാലക്കിത്തും നേർക്ക് നേരുള്ള ഒരു കിടിലൻ ഫൈറ്റ് ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കൺവേർജൻസിന്റെ സമയമായതുകൊണ്ട് തന്നെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് മാലക്കിത്തും തോറും കൂടി പല പോർട്ടലുകളിൽ കൂടെ കേറിയിറങ്ങി ഏതൊക്കെയോ ലോകങ്ങളിൽ വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് സ്വാട്ടൽഹൈമിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് യോട്ടൻഹൈമിൽ പോകുന്നുണ്ട്. തോർ 1 കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, യോട്ടൽഹൈമിൽ വെച്ച് ഐസ്വതുരികൾ ഇറക്കിവിട്ട ഒരു ജീവി ഉണ്ടായിരുന്നു, ഒരു ഭീകരജീവി. ഒരെണ്ണത്തിനെ തോറന്ന് അടിച്ചു കൊന്നതാണ്. ഒന്നുകൂടി ഈ പ്രാവശ്യം ഇവർ യോട്ടൻഹൈമിൽ ചെന്നപ്പോ അതുപോലത്തെ വേറൊരു ജീവി ഇവരെ ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ ആ ജീവിയും ഇവര് രണ്ടുപേരും കൂടി ഒരു പോർട്ടലിൽ കൂടെ വീണ്ടും ഭൂമിയിലേക്ക് വരികയാണ്. ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് തോർ ഹാമർ എറിഞ്ഞു കളഞ്ഞപ്പോ ഹാമർ മാത്രമായിട്ട് ഒരു പോർട്ടലിൽ കൂടെ അങ്ങോട്ട് പോവുകയാണ്. അവസാനം തോർ ഏതോ ഒരു പോർട്ടലിൽ കൂടെ വന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വീഴുകയാണ്. ഈ സമയത്ത് മാലക്കിത്താവട്ടെ ശരിക്കും കൺവേർജൻസ് നടക്കുന്ന സ്ഥലത്ത് തന്നെ എത്തുന്നു. തോറിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലായില്ല. അപ്പൊ തോർ നേരെ ട്രെയിനിന്റെ അടുത്ത് പോയിട്ട് ഗ്രീൻവിച്ചിലേക്ക് എങ്ങനെയാ പോകേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് സ്ത്രീ പറയുന്നു, ഈ ട്രെയിൻ അങ്ങോട്ടാണ് പോകുന്നത്, പെട്ടെന്ന് എത്തും, കേറിക്കോ. തോർ പിന്നെ സമയം കളയാതെ ട്രെയിനിൽ കയറുകയാണ്. എന്നിട്ട് ട്രെയിനിൽ നിന്ന് ഗ്രീൻവിച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഈ പോർട്ടലിൽ കൂടെ പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ജെയിനും എറിക് സെൽവിഗും കൂടി വേറൊരു കാര്യം ചെയ്യുകയായിരുന്നു. അതായത് ഡോക്ടർ സെൽവിഗ് ഒരു ഡിവൈസ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ആരെ വേണമെങ്കിലും ഒരു പോർട്ടലിൽ കൂടെ വേറെ പോർട്ടലിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോകത്തേക്ക് മാറ്റിക്കൊണ്ടു പോകാനുള്ള, ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസ്. ഈ ഡിവൈസിന്റെ സഹായത്തോടെ മാലക്കിത്തിന്റെ ഒരുപാട് ആളുകളെ തിരിച്ച് സ്വാട്ടൽഹൈമിലേക്ക് തന്നെ വിടുകയാണ്. അതേ സമയത്ത് മാലക്കിത്തിന്റെ കുറെ ആളുകൾ ഡാർസിയെയും അസിസ്റ്റന്റിനെയും കൊല്ലാൻ നോക്കുകയായിരുന്നു. അപ്പോഴാണ് അസിസ്റ്റന്റ് ഒരു കാര്യം കാണുന്നത്. അവരുടെ അടുത്ത് നിൽക്കുന്ന ഒരു കാർ തന്നെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ കൺവെർജൻസ് നടക്കുന്ന സമയത്ത് ഗ്രാവിറ്റി കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുമല്ലോ. അസിസ്റ്റന്റ് പിന്നെ ഒന്നും നോക്കിയില്ല. ഗ്രാവിറ്റി കുറവായതുകൊണ്ട് തന്നെ അവൻ കാർ പൊക്കിയെടുത്ത് ഡാർസിയെ കൊല്ലാൻ വന്ന മാലക്കിത്തിന്റെ ആളുടെ മേലേക്ക് ഇടുകയാണ്. അങ്ങനെ അസിസ്റ്റന്റ് ഡാർസിയെ രക്ഷിച്ചു. ഡാർസി അവനെ കണ്ട് ഇംപ്രസ് ആയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കിസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ജെയിനും ഡോക്ടർ സെൽവിഗും കൂടി ഒന്നും കൂടി ആ ഡിവൈസ് പ്രവർത്തിപ്പിക്കുന്നത്. ഡാർസിയുടെ ഭാഗ്യക്കേടിന് അസിസ്റ്റന്റും ഡാർസിയും കൂടി കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവരേതോ പോർട്ടൽ വഴി ജെയിനിന്റെയും സെൽവിഗിന്റെയും മുന്നിലേക്ക് വരികയാണ്. ഡാർസി ആകെ ചമ്മിപ്പോയി. ഡോക്ടർ സെൽവിഗ് പറയുന്നു, മോളെ ഡാർസി, മിണ്ടാപ്പൂച്ച കലമുടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. മിണ്ടാപ്പൂച്ച കിസ് ചെയ്യുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. കൊള്ളാം മോളെ, അസിസ്റ്റന്റ് വിത്ത് ബെനിഫിറ്റ്സ്. അല്ല അതൊക്കെ പോട്ടെ, നമ്മൾ വേറെ എല്ലാവരുടെയും കാര്യം പറഞ്ഞു, പക്ഷെ പ്രധാനപ്പെട്ട ആളുടെ കാര്യം പറഞ്ഞില്ല. മാലകിത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അവനെ തടയാൻ ആരുമില്ല. 9 ലോകങ്ങളിലേക്കുമുള്ള പോർട്ടലുകൾ അവന് മുന്നിൽ തുറന്നു വന്നു. കൺവെർജൻസ് അതിന്റെ ഏറ്റവും പവറുള്ള അവസ്ഥയിലെത്തി. മാലകിത്ത് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ആ പോർട്ടലുകളുടെ നടുക്കിലേക്ക് നിൽക്കുന്നു. എന്നിട്ട് തന്റെ ശരീരത്തിലുള്ള ഈതർ 9 ലോകങ്ങളിലേക്കും വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈതർ പരക്കാൻ തുടങ്ങി. 9 ലോകങ്ങളിലേക്കും. എല്ലാ ലോകങ്ങളും അന്ധകാരത്തിലാഴാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രം. ഈ സമയത്താണ് തോർ ട്രെയിനൊക്കെ പിടിച്ച് അവിടേക്ക് എത്തുന്നത്. തോർ എത്തിയപ്പോഴേക്കും വൈകിപ്പോയി.
എറിക് സെൽവിഗും ജെയിനും കൂടി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് തോറിനോട് പറയുന്നു, തോർ, ഈ ഡിവൈസ് വെച്ച് നമ്മൾക്ക് അവനെ ടെലിപ്പോർട്ട് ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും അയക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വൈകിപ്പോയി, നമ്മൾക്ക് അവന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. തോർ പറയുന്നു, നമ്മൾക്ക് പറ്റില്ല, പക്ഷെ എനിക്കത് പറ്റും. എന്നിട്ട് തോർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ 2 ഡിവൈസ് എറിക് സെൽവിഗിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഒരു വിധത്തിൽ മാലക്കിത്ത് പുറപ്പെടുവിക്കുന്ന ഈതറിന്റെ ശക്തിയെ തടഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. തോർ വരുന്നത് കണ്ട് മാലക്കിത്ത് ചോദിക്കുന്നു, തോർ, നീ ഇനിയും മരിച്ചില്ലേ? ഞാൻ കരുതിയത് നീ ഏതെങ്കിലും ഒരു ലോകത്ത് പെട്ടുകിടക്കുകയായിരിക്കുമെന്നാണ്. എന്തായാലും നീ വന്ന സ്ഥിതിക്ക് നീ ഭാഗ്യമുള്ളവനാണ്. 9 ലോകങ്ങളും ഇരുട്ട് മൂടുന്നത് നിനക്ക് നേരിട്ട് കാണാം. അതിനല്ലേ നീ വന്നിരിക്കുന്നത്? തോർ പറയുന്നു, അല്ല, നിന്റെ കളികൾ കാണാനല്ല ഞാൻ വന്നത്, പുതിയ ചില കളികൾ പഠിപ്പിക്കാനാണ്. എന്നിട്ട് തോർ ആ 2 ഡിവൈസും മാലക്കിത്തിന്റെ ശരീരത്തിലേക്ക് എറിയുകയാണ്. ഡിവൈസ് ആക്ടിവേറ്റ് ആയത് കണ്ട ജെയിൻ ഉടനെ തന്നെ ഡിവൈസ് തിരിക്കുന്നു. മാലക്കിത്തിന്റെ 2 കൈകളും ഏതൊക്കെയോ ലോകത്ത് ചെന്ന് വീഴുകയാണ്. മാലക്കിത്ത് പറയുന്നു, തോർ, ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിനക്ക് ഈതറിനെ നശിപ്പിക്കാൻ പറ്റില്ല. തോർ പറയുന്നു, ശരിയാണ്, ഈതറിനെ നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. പക്ഷേ നിന്നെ നശിപ്പിക്കാൻ എനിക്ക് പറ്റും. തോറിന്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ചുറ്റിക പോർട്ടലിൽ കൂടെ ഏതൊക്കെയോ ലോകങ്ങളിലേക്ക് പോയി. പക്ഷേ തോർ വിളിച്ചാൽ എവിടെയാണെങ്കിലും ശരി മ്യോൾനിയറിന് വരാതിരിക്കാൻ സാധിക്കില്ല. തോർ തന്റെ ചുറ്റികയെ കയ്യിലേക്ക് വിളിക്കുകയാണ്. ഇനി എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. മാലക്കിത്തിന്റെ അവസാനം അടുത്തു കഴിഞ്ഞു. അതിഭയങ്കരമായ ആ ഏറ്റുമുട്ടലിൽ തോറും മാലക്കിത്തും 2 ഭാഗങ്ങളിലേക്ക് തെറിച്ചു പോവുകയാണ്. മാലക്കിത്ത് തന്റെ ഡിവൈസിന്റെ പരിധിയിൽ വന്നതോടെ ജെയിൻ തന്റെ ഡിവൈസ് പ്രവർത്തിപ്പിക്കുന്നു. എന്നിട്ട് മാലക്കിത്തിനെ സ്വാട്ടൽഹൈമിലേക്ക് അയക്കുകയാണ്. ഈ സമയത്ത് തോർ ഈ കൂട്ടിയിടിയുടെ ശക്തിയിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ജെയിൻ തോറിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. പക്ഷെ അപ്പോഴാണ് ജെയിൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മാലക്കിത്തും ആളുകളും വന്നിരുന്ന പടുകൂറ്റൻ സ്പേസ് ഷിപ്പിലേക്കാണ് മാലക്കിത്ത് ചെന്നിടിച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്പേസ് ഷിപ്പ് തകർന്നു വീഴാൻ പോവുകയാണ്. അതും തോർ കിടക്കുന്ന സ്ഥലത്തേക്ക്. ജെയിൻ ഒട്ടും തന്നെ സമയം കളയാതെ തോറിനെ എണീപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടും തോറിന്റെ ബോധം തിരിച്ചു വരുന്നില്ല. സ്പേസ് ഷിപ്പ് വീണുകൊണ്ടിരിക്കുകയാണ്. ജെയിനിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ജെയിൻ രണ്ടും കൽപ്പിച്ച് തോറിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്, മരിക്കുന്നെങ്കിൽ ഒരുമിച്ച്. അങ്ങനെ കണ്ണടച്ചു കിടക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടും സ്പേസ് ഷിപ്പ് അവരുടെ മേത്തേക്ക് വീഴുന്നില്ല. ജെയിൻ കണ്ണു തുറന്നു നോക്കി. അവരെ രക്ഷിച്ചത് ഡോക്ടർ എറിക് സെൽവിഗാണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഡിവൈസ് ഒന്നുകൂടി പ്രവർത്തിപ്പിച്ച് ആ മൊത്തം സ്പേസ് ഷിപ്പിനെ തന്നെ ഒരു പോർട്ടലിൽ കൂടെ സ്വാട്ടൽഹൈമിലേക്ക് അയക്കുകയാണ്. പാവം മാലക്കിത്ത്, അവൻ സ്വാട്ടൽഹൈമിൽ 2 കൈയും ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പടുകൂറ്റൻ സ്പേസ് ഷിപ്പ് തന്റെ മേലേക്ക് വീഴാൻ പോകുന്നത് അവൻ കണ്ടത്. ആ സ്പേസ് ഷിപ്പ് അവന്റെ തലയുടെ മേലേക്ക് തന്നെയാണ് വീഴുന്നത്. അങ്ങനെ ലോകത്ത് ഇരുട്ടിലാക്കാൻ വന്ന മാലക്കിത്ത് ഒറ്റയ്ക്ക് ഇരുട്ടിലായി. പാവം, 5000 കൊല്ലം മനസമാധാനത്തോടെ കിടന്നുറങ്ങിയതല്ലേ, അവിടെ തന്നെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നില്ലേ. തോറിന്റെ ബോധം തിരിച്ചു വരികയാണ്. എല്ലാവർക്കും സന്തോഷമായി. ആ സന്തോഷത്തിൽ ഡാർസിയും അസിസ്റ്റന്റും കൂടി ഒന്നുകൂടി കിസ് ചെയ്യുന്നു. അസ്ഗാർഡിലുള്ളവർ പണ്ടത്തെ പോലെ എല്ലാ ഈതറും കൂടി ഒരൊറ്റ സ്ഥലത്ത് ശേഖരിക്കുകയാണ്. അധികം വൈകാതെ തോർ അസ്ഗാർഡിലേക്ക് തിരിച്ചു ചെന്നു. തന്റെ പിതാവിനെ ചതിച്ചുകൊണ്ടാണ് താൻ ഇതൊക്കെ ചെയ്തത്. അതിന് മാപ്പ് പറയാൻ വേണ്ടിയാണ് തോർ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഓഡിൻ തോറിനോട് പറയുന്നു, തോർ, ഞാൻ കരുതിയിരുന്നത് എന്നേക്കാൾ മികച്ചൊരു രാജാവ് അസ്ഗാർഡിനുണ്ടാവില്ല എന്നാണ്. എന്നാൽ എന്റെ ചിന്ത തെറ്റാണെന്ന് നീ തെളിയിച്ചിരിക്കുകയാണ് തോർ. അസ്ഗാർഡിന്റെ പുതിയ രാജാവാകാൻ
നീ എന്തുകൊണ്ടും തയ്യാറാണ്. നീ അതിന് യോഗ്യനാണ് തോർ. ഉടനെ തന്നെ നിന്നെ രാജാവായി വാഴിക്കുന്നതായിരിക്കും. നീ മാലക്കിത്തിന്റെ കയ്യിൽ നിന്ന് 9 ലോകങ്ങളും രക്ഷിച്ചത് ലോകം എന്നെന്നും ഓർക്കും. ഒരു രാജാവിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ നീ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു മകനെ. പക്ഷെ തോറിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. തോർ പറയുന്നു, പിതാവേ, ഞാൻ വന്നിരിക്കുന്നത് അസ്ഗാർഡിന്റെ ഭരണം ഏറ്റെടുക്കാനല്ല. ഞാൻ ഒരിക്കലും ഒരു നല്ല ഭരണകർത്താവായിരിക്കില്ല. ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അസ്ഗാർഡിനെയും 9 ലോകങ്ങളെയും ഞാൻ എന്റെ അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിക്കും. ഇതെന്റെ വാക്കാണ്. പക്ഷേ സിംഹാസനത്തിൽ രാജാവായിരുന്നു കൊണ്ട് അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ ജീവിതം തിരിച്ചു വേണം. ഒരു രാജാവായല്ല, നല്ലൊരു വ്യക്തിയായിട്ട്. ലോക്കിയോട് നമ്മൾക്കെല്ലാവർക്കും ദേഷ്യമായിരുന്നു. പക്ഷേ ലോക്കി മരിച്ചത് ഒരു വീരനെ പോലെയാണ്. ഞങ്ങൾക്ക് വേണ്ടി അവൻ ത്യാഗം ചെയ്തു. ഒരുപക്ഷെ ലോക്കിക്ക് എന്നേക്കാൾ നന്നായി രാജ്യം ഭരിക്കാൻ അറിയുമായിരുന്നേനെ. എനിക്കൊരു രാജാവാകാനുള്ള കഴിവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഡിൻ തോറിനോട് ചോദിക്കുന്നു, തോർ, നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? അതോ ആ ഭൂമിയിലുള്ള പെണ്ണിന് വേണ്ടി നീ അസ്ഗാർഡ് വേണ്ടെന്ന് വെക്കുകയാണോ? മകനെ, എനിക്കിത് സഹിക്കാനാവുന്നില്ല. എന്റെ ഒരു മകൻ അവന്റെ സ്വഭാവം കാരണം രാജാവാകാൻ പറ്റാതെ ദുഃഖിച്ച് അവസാനം എനിക്കൊരു നോക്ക് കാണാൻ പോലും പറ്റാതെ ആരുടെയോ കൈകൊണ്ട് മരിച്ചു പോയിരിക്കുകയാണ്. എന്റെ മറ്റൊരു മകനാണ് നീ. നിന്നിലായിരുന്നു എന്റെ എല്ലാ പ്രതീക്ഷയും. ഇപ്പോൾ നീയും പറയുകയാണ് നിനക്ക് രാജ്യത്തിന്റെ ഭരണം വേണ്ട എന്ന്. നീയും ലോക്കിയും എനിക്ക് തരുന്ന വിധി ഇതാണോ തോർ? പറയൂ മകനെ. തോർ പറയുന്നു, പിതാവേ, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ലോക്കി മരിച്ചത് ഒരു വീരനെ പോലെയാണ്. ഞാനും അതുപോലെ ഒരു വീരനായി മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും പിതാവിന്റെ പേരിന് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഞങ്ങളെ ഓർത്ത് തീർച്ചയായും അങ്ങ് അഭിമാനിക്കും. ഇനിയും പിതാവിനത് സമ്മതമല്ലെങ്കിൽ എന്റെ ആയുധം മ്യോൾനിയർ ഞാൻ അങ്ങേക്ക് തിരിച്ചു തരികയാണ്. ഓഡിൻ പറയുന്നു, തോർ, ആ ചുറ്റികയ്ക്ക് അർഹൻ നീയാണ്. നീ അതിനർഹനാണെങ്കിൽ അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മകനെ, എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാൻ. എന്തായാലും നിന്നെ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നെ ഓർത്ത് അഭിമാനമുണ്ട് മകനെ. നിനക്ക് ഇഷ്ടമുള്ള പാത തീരുമാനിക്കാം. ഞാൻ അതിന് തടസ്സമായി നിൽക്കില്ല. പോയി വരൂ തോർ. തോർ തന്റെ പിതാവായ ഓഡിനോട് നന്ദി പറഞ്ഞ് തിരിച്ചു നടക്കുന്നു. ദൂരേക്ക് നടന്നു നീങ്ങുന്ന തോറിനെ നോക്കി ഓഡിൻ പറയുന്നു, എനിക്കും നന്ദി പറയാനുണ്ട് തോർ, നന്ദി. ഈ സമയത്ത് ജെയിൻ ഫോസ്റ്ററും ഡാർസിയും എറിക് സെൽവിഗും കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തോർ ഇനിയും 2 വർഷം കഴിഞ്ഞിട്ടാണോ തിരിച്ചു വരിക, അതോ ഇപ്പൊ തന്നെ വരുമോ, അതോ ഇനി വരികയില്ലേ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ജെയിനിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, തോർ എന്തായാലും തിരിച്ചു വരും. ആ വിശ്വാസം തെറ്റിയില്ല. കാരണം തോറും ജെയിനും അത്രമാത്രം അടുത്തുപോയി. തോറിന് ജെയിനോടുള്ള പ്രണയം അത് യഥാർത്ഥമാണ്. ജെയിൻ കാത്തിരുന്നത് പോലെ ആകാശത്ത് നിന്ന് ബൈഫ്രോസ്റ്റ് തുറന്നു വരികയാണ്. അതിൽ നിന്ന് തോറും വരികയാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈദർ എവിടെയാണ്? ഞാൻ പറഞ്ഞതുപോലെ അസ്ഗാർഡിലുള്ളവർ ഈദർ പഴയതുപോലെ ശേഖരിക്കുന്നു. എന്നിട്ട് അവർ കളക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. കളക്ടർ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലാ കളക്ടർ അല്ല, ഇത് ശരിക്കും കളക്ടർ, അതായത് കളക്ട് ചെയ്യുന്നവൻ, ശേഖരിക്കുന്നവൻ. എന്താണ് ശേഖരിക്കുന്നത്? അപൂർവമായ എല്ലാ വസ്തുക്കളും അയാൾ ശേഖരിച്ചു വെക്കും. അയാളുടെ അടുത്തേക്കാണ് ഈദർ കൊണ്ടുപോകുന്നത്. കളക്ടർ അവരെ സ്വാഗതം ചെയ്യുന്നു. വരൂ വരൂ അസ്ഗാർഡിലെ പൗരന്മാരെ, നിങ്ങൾക്കെന്റെ ഇടതമർന്ന് ഞെളിഞ്ഞു പിരിഞ്ഞ് നമസ്കാരം. എന്തിനാണ് വന്നതെന്ന് പറയൂ. അയ്യോ, ഞാനിപ്പോ ഉറങ്ങി വീഴുവേ.
ലേഡി സിഫ് പറയുന്നു, ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് ഈതർ കളക്ടറിനെ ഏൽപ്പിക്കാനാണ്. കളക്ടർ ചോദിക്കുന്നു, അതെനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈതർ നിങ്ങൾ അസ്ഗാർഡിൽ സൂക്ഷിക്കാത്തത്? കാരണം അസ്ഗാർഡിൽ ടെസറാക്ട് ഇരിക്കുന്നുണ്ട്. 2 ഇൻഫിനിറ്റി സ്റ്റോൺസ് ഒരേ സ്ഥലത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും, എന്താണ് ഈ ഇൻഫിനിറ്റി സ്റ്റോൺസ്? അതിനെപ്പറ്റി തൽക്കാലം അധികം ആലോചിച്ച് തലപുണ്ണാക്കണ്ട, അതൊക്കെ നമ്മൾക്ക് വഴിയെ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കിയിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്, അതെന്തായാലും മറക്കരുത്. ഞാൻ പറയുന്നത് ഓർത്തു വെക്കുക. ഈതർ എന്ന് പറയുന്നത് റിയാലിറ്റി സ്റ്റോൺ ആണ്. അത് നമ്മൾ ഈ മൂവിയിൽ പറഞ്ഞതാണ്. അപ്പോ ഒരു സ്റ്റോണിന്റെ കാര്യം പിടികിട്ടിയല്ലോ. ഒരു മാന്ത്രിക കല്ല്, ഒരു ഇൻഫിനിറ്റി സ്റ്റോൺ, അതാണ് റിയാലിറ്റി സ്റ്റോൺ. അതിന്റെ മറ്റൊരു പേരാണ് ഈതർ. അങ്ങനെ മനസ്സിലാക്കുക. മറ്റൊരു ഇൻഫിനിറ്റി സ്റ്റോൺ ആണ്, മറ്റൊരു മാന്ത്രിക കല്ലാണ് സ്പേസ് സ്റ്റോൺ. സ്പേസ് സ്റ്റോൺ അതെവിടെയാണുള്ളത്? വേറെ എവിടെയുമല്ല, അത് ടെസറാക്റ്റിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ മനസ്സിലായല്ലോ, ടെസറാക്റ്റ് ആണ് സ്പേസ് സ്റ്റോൺ, ഈതർ ആണ് റിയാലിറ്റി സ്റ്റോൺ. അങ്ങനെ മനസ്സിലാക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഈ മാന്ത്രിക കല്ലുകൾ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് പലതും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പല ഇൻഫിനിറ്റി സ്റ്റോൺസും പല സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. കളക്ടർ പറയുന്നു, ശരി, ഈതർ ഇവിടെ സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്ക് സമാധാനത്തോടെ തിരിച്ചു പോകാം. അസ്ഗാർഡിൽ നിന്ന് വന്നവർ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ കരുതി കാണും കളക്ടർ ഒരു കോമഡി കഥാപാത്രമാണെന്ന്. പക്ഷേ അത് തെറ്റാണ്. കളക്ടർ പറയുന്നു, ഇൻഫിനിറ്റി സ്റ്റോൺസ് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് 5 എണ്ണം കൂടി. അതായത് കളക്ടറിന് ഒരു ഇൻഫിനിറ്റി സ്റ്റോൺ കിട്ടി, റിയാലിറ്റി സ്റ്റോൺ. അയാൾക്കിനി 5 എണ്ണം കൂടി ബാക്കിയുള്ളത് വേണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പ്രപഞ്ചത്തിൽ മൊത്തം 6 ഇൻഫിനിറ്റി സ്റ്റോണുകളാണുള്ളത്, 6 മാന്ത്രിക കല്ലുകൾ. അതിലൊന്ന് അയാൾക്ക് കിട്ടി, ഒന്ന് ടെസറാക്റ്റിന്റെ ഉള്ളിലുള്ള സ്പേസ് സ്റ്റോൺ. ബാക്കിയുള്ള 4 ഇൻഫിനിറ്റി സ്റ്റോണുകൾ ഏതാണെന്നും എന്താണെന്നും നമ്മൾക്കിപ്പോ അറിയില്ല. അപ്പോ കളക്ടർ അത്ര നല്ല പുള്ളിയല്ല. ഇങ്ങനെയാണ് ഈ മനോഹരമായ സിനിമ അവസാനിക്കുന്നത്. ആകെ കൂടിയുള്ള വിഷമം എന്ന് പറയുന്നത് ഫ്രിഗയും മരിച്ചു, ലോക്കിയും മരിച്ചു, അത് മാത്രമാണ്. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ. ഒരു മിനിറ്റ്, എന്തോ ഒരു കാര്യം വിട്ടുപോയല്ലോ. എന്താണത്? ഓർമ്മ വന്നു. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? തോർ തന്റെ പിതാവായിട്ടുള്ള ഓഡിനോട് നന്ദി പറഞ്ഞ് തിരിച്ചു നടക്കുന്നു. ആ സമയത്ത് ഓഡിൻ പറയുന്നത് എന്താണ്? നന്ദിയുണ്ട് തോർ. അങ്ങനെയല്ലേ പറഞ്ഞത്? ഓഡിൻ എന്തിനാണ് തോറിനോട് നന്ദി പറയുന്നത്? അതെന്റെ ഒരു സംശയമാണ്. അറിയില്ല, ചിലപ്പോ മാലക്കിത്തിനെ കൊന്നതിനായിരിക്കും. അതുപോട്ടെ, വേറൊരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. ലോക്കി മരിച്ചിട്ടില്ല. That damn climax. അങ്ങനെ അങ്ങോട്ട് മരിക്കാൻ ലോക്കിക്ക് പറ്റുമോ? ലോക്കി ആരാണ്? അവൻ ബുദ്ധിമാനാണ്, അവൻ സൂത്രശാലിയാണ്, അവൻ മാന്ത്രികനാണ്. എല്ലാറ്റിലുമുപരി അവൻ എന്നെന്നും അവന്റെ അമ്മ ഫ്രിഗയുടെ അനുഗ്രഹമുണ്ട്. ലോക്കി മരിച്ചിട്ടില്ലെങ്കിൽ ലോക്കി പിന്നെ എവിടെയാണ്? അതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ. ലോക്കിയുടെ എത്ര കളികൾ കണ്ടതാണ് നിങ്ങൾ? ഒടുക്കത്തെ ഈ കളി കൂടി ഒന്ന് കണ്ടു നോക്ക്. He is a classic criminal. ഒരിക്കലും വെറുക്കാനാവാത്ത വില്ലൻ. നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും. എങ്ങനെയാണ് ലോക്കി ഇത് ചെയ്തത്? എങ്ങനെയാണ് ലോക്കി തോറിനെ അടക്കം നമ്മളെ എല്ലാവരെയും പറ്റിച്ചത്? ഓഡിന്റെ സ്ഥാനത്ത് എങ്ങനെയാണ് ലോക്കി ഇരിക്കുന്നത്? അത് ലോക്കിയുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ലോക്കി മരിക്കുന്നത് പോലെ തന്റെ മായാവിദ്യയിലൂടെ അഭിനയിക്കുകയായിരുന്നു. ലോക്കിയുടെ ബോഡി ഉപേക്ഷിച്ച് തോറും ജെയിനും കൂടി ഭൂമിയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഓഡിൻ തന്റെ ഒരു പടയാളിയെ അവിടെ പരിശോധിക്കാൻ വിടുകയാണ്.
ഇരിക്കുകയാണ്. അയാളെ ലോക്കി എന്ത് ചെയ്തെന്നറിയില്ല. പക്ഷെ ലോക്കി അയാളുടെ രൂപമെടുത്ത് ഓഡിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഓഡിനോട് ലോക്കി മരിച്ച കാര്യം അറിയിക്കുകയാണ്. അതറിയിക്കുന്നത് ലോക്കി തന്നെ. അതിനുശേഷം ഓഡിന് എന്ത് സംഭവിച്ചു, ലോക്കി ഓഡിനെ എന്താണ് ചെയ്തത്, അത് ഒരു നിഗൂഢതയാണ്. വരുന്ന സിനിമകളിലാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ സാധിക്കൂ. എന്തായാലും ലോക്കി ഓഡിന്റെ രൂപത്തിൽ ഇപ്പോൾ അസ്ഗാർഡിന്റെ സിംഹാസനത്തിലിരിക്കുകയാണ്. എന്നെന്നും ലോക്കി ആഗ്രഹിച്ചത് അവൻ നേടിയെടുത്തിരിക്കുന്നു. എല്ലാവരെയും അവൻ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ ഓർത്തു വെച്ചോ, വിധി എങ്ങനെ വിധി അതെന്നും ലോക്കിക്കൊപ്പമാണ്. ഇനി അല്പം മാസാവാം. അസ്ഗാർഡിന്റെ പുതിയ ചക്രവർത്തി, ദ ഗോഡ് ഓഫ് മിഷഫ് ലോക്കി മകിഴ്ചി. അപ്പോ നിങ്ങൾ ഈ കഥ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിക്കവാറും ട്വിസ്റ്റ് കണ്ട് നിങ്ങളുടെ കിളി പറന്നു കാണും, ശരിയല്ലേ? പക്ഷെ കഥ നേരത്തെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് അത്ര വലിയ ട്വിസ്റ്റ് ആയിട്ടൊന്നും തോന്നിക്കാണില്ല. പക്ഷേ നിങ്ങളിത് ആദ്യമായിട്ട് എന്തെങ്കിലും കണ്ടിരിക്കുമല്ലോ. അന്ന് ലോക്കിയാണ് ഓഡിന്റെ രൂപത്തിലിരുന്ന് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങൾ ആദ്യമായി ഈ ട്വിസ്റ്റ് കാണുന്നതെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ? അത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ലോക്കി ഫാനും കൂടിയായി മാറി. നിങ്ങളിൽ ഒരുപാട് പേർ ലോക്കി ഫാൻസ് ആണെന്ന് എനിക്കറിയാം. ഇന്ന് ഈ സിനിമ കണ്ടതോടെ ഒരുപാട് പേർ ലോക്കി ഫാൻസായി മാറിയെന്നും എനിക്കറിയാം. അപ്പോ ഇങ്ങനെയാണ് ഈ സിനിമ ശരിക്കും അവസാനിക്കുന്നത്. പേടിക്കണ്ട, ഇനി ട്വിസ്റ്റ് ഒന്നുമില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജർ എന്ന് പറയുന്ന മൂവിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ക്യാപ്റ്റൻ ആരാണെന്ന്, ക്യാപ്റ്റൻ എന്താണെന്ന്. ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ, സ്വന്തം പ്രണയം പോലും വകവയ്ക്കാതെ സ്വയം ത്യാഗം ചെയ്തവനാണ് ക്യാപ്റ്റൻ. അങ്ങനെ 70 വർഷം നീണ്ട ഉറക്കത്തിനൊടുവിൽ ഉയർത്തെഴുന്നേറ്റവനാണ് ക്യാപ്റ്റൻ അമേരിക്ക. അദ്ദേഹം എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് അതൊക്കെ നമ്മൾക്ക് ആ സിനിമയിൽ അറിയാം. പക്ഷേ അതിനേക്കാൾ അധികമായി നിങ്ങളെ ഭയപ്പെടുത്താൻ പോകുന്ന, നിങ്ങളുടെ കിളി പാറിക്കാൻ പോകുന്ന ഒരു സംഭവം വരുന്നുണ്ട്. കാലത്തെ അതിജീവിച്ചു വന്നവൻ ക്യാപ്റ്റൻ മാത്രമായിരുന്നില്ല. കാലത്തെ അതിജീവിച്ച് 70 വർഷങ്ങൾക്കിപ്പുറം ക്യാപ്റ്റൻ എത്തിയതുപോലെ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. അയാളുടെ പേര് വിന്റർ സോൾജർ എന്നാണ്. അതിനേക്കാൾ ഉപരിയായി അയാൾ ക്യാപ്റ്റന്റെ ശത്രുവാണ്. എന്താണ് സംഭവിക്കുക? അത് ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജർ എന്ന മരണം മാസ് മൂവിയിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കും. കാത്തിരിക്കുക. എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് മൂവി എന്നിടും എന്നല്ലേ. ഐ ഡോണ്ട് നോ. അത് മാത്രം എന്നോട് ചോദിക്കരുത്. ഒരുപാട് വീഡിയോ ഇട്ട് അതും പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്നതല്ല എന്റെ ആഗ്രഹം. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കാൻ എനിക്ക് പറ്റില്ല. ആക്ച്വലി എനിക്ക് ആ സിനിമ നന്നായിട്ട് പറയണമെങ്കിൽ അതൊരു 2 വട്ടം ഇരുന്ന് കാണണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തുടങ്ങാൻ. പിന്നെ മഴക്കാലമാണ്, എപ്പോ കറണ്ട് പോവും, എപ്പോ നെറ്റ് പോവും, എപ്പോ ലാപ്പ് പണി തരും, എപ്പോ എന്റെ ശരീരം പണി തരും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും ഒന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സിനിമയായിരിക്കുമെന്ന് കരുതി ആരും ഓടിച്ചാടി വരണ്ട. അത് ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജറിന്റെ ട്രെയിലർ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ
ദൃശ്യം 2 സിനിമയിലെ ആ ക്ലിപ്പ് വെച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനായിരിക്കാം ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്തത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് തുറന്നു പറയുക. അതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല. ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോഴാണ് കൂടുതൽ മാറ്റങ്ങൾ വരുത്തി നന്നാക്കി വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ വക സമയം കളയാതെ വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.